എങ്ങനെയുണ്ട് മാമ? ഇതൊന്നുമില്ലല്ലോ. കൊറേ അവിടെ അതുള്ളൂ ഒക്കെ ഇരിക്കണ ഓരോരോ സംഭവങ്ങൾ സെറ്റ് ആക്കി വെക്കുക. അടിപൊളിയല്ലേ? അടിപൊളി ആയിക്കണ ഗൈസ്. ആ മേശ, അതെ ഇത് കസാര ഇരിക്കണ സംഭവം. എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോയിലൊന്നുമില്ല. ഞാൻ വർക്ക് ഉണ്ടായി വളാഞ്ചേരി. അപ്പോൾ ഞാൻ അവിടെയാണ്. ഞാൻ അവിടെ കഴിഞ്ഞാണ്ട് ഇപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ പോരുകയാണ്. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്നതുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിലമ്പൂർ ഇറങ്ങി. അപ്പം കാക്കിയും മുന്നേയും പിന്നെ അതേപോലെ തന്നെ ഇമ്മയും വരുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് ഇന്നെടുക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു നിലമ്പൂർക്ക്. ഒരു കാറിലാണല്ലോ വരുന്നത്. അപ്പോൾ മൗണ്ടൻ ഇല്ലല്ലോ, മൗണ്ടൻ ജിമ്മുണ്ട്. അപ്പോൾ മൗണ്ടൻ ജിമ്മിന് പോകുമ്പോൾ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ നിലമ്പൂർ വന്നല്ലേ. അപ്പോൾ ഞാൻ നമ്മളെ പ്രോപ്പർട്ടിയിലൊന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിയാണ് ഞാൻ വന്നപ്പോൾ. രാത്രിയായി ഗൈസ്. എത്തിയപ്പോൾ രാത്രിയായി. ഞാൻ ജസ്റ്റ് വർക്കും കാര്യങ്ങളും കൂടി ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കും ശരിക്കും മനസ്സിലാവില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഞാൻ ഇവിടെ നാട്ടിലില്ല കഴിഞ്ഞല്ലോ, മോട്ട മാത്രമല്ല ഇനി ഇവിടെ. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ബാക്കിയും കൂടിയും കാട്ടിത്തരാം കേട്ടോ. ഇനി ഒരുപാട് വർക്ക് ഇവിടെ ഓല് എടുത്ത് വെച്ചിരിക്കണേ. ഇത് നമ്മളെ കയറിനോടത്തുള്ള മതിലാണ്. മതിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോവുക. നല്ല വർക്ക് എടുത്തിക്കണ്. ഇവിടെയൊക്കെ കണ്ടോ, നല്ല രീതിക്ക് നല്ല അടിപൊളിയൊക്കെ നല്ല ഒരു പണ്ടത്തെ ഒരു എസ്തറ്റിക് വൈബിലേക്ക് ഇത് കൊണ്ടുവന്നിക്കാണ് ഗൈസ്. കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. എന്നാലും നല്ല വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല ഇപ്പോഴും. അതാണ് നമ്മളെ പെരൻ്റെ ആ ഭാഗം വരുമ്പോൾ ഇതാക്കണേ. ഇവിടെ തിണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുത്തിക്കണ്. ഇതൊക്കെ കണ്ടോ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. തിണ്ടൊക്കെ അത്യാവശ്യം നല്ല പണിയെടുത്തിക്കണേ. ഇതൊക്കെ തിണ്ടിൻ്റെ ഭാഗമാണ്. കയറി വരുമ്പോൾ അല്ലേ, ഇവിടെ നിന്നാണ് റോഡ് കഴിഞ്ഞാണ് നേരെ കയറി വരുമ്പോൾ തിണ്ടിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇനി ഗൈസ് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി നോക്കാം. ഇതാണ് നമ്മളെ ഉള്ളിലേക്ക് കയറുന്നതിന് എൻട്രൻസ്, വാതിലിൻ്റെ സൈഡ് കേട്ടോ. ഇവിടെയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിക്കണ് ഉണ്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം വർക്കൊക്കെ ചെയ്ത് വെച്ചിക്കണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതും സിറ്റിങ്ങിൻ്റെ ഏരിയ, അതേപോലെ തന്നെ ഇതും ഇവിടെയും സിറ്റിങ്ങിൻ്റെ ഏരിയയാണ് കണ്ടോ. ഇതൊക്കെ സിറ്റിങ്ങിൻ്റെ ഏരിയകളാണ്. നമ്മളെങ്ങനെ അറിയോ, മറ്റേ ടേബിളും കാര്യങ്ങളൊന്നും പുറത്തൊന്നുമല്ല. അതായത് ഇവിടെ തന്നെ ഇതാക്കണ തേച്ചാണ്ടില്ലേ ടേബിളും അതേപോലെ തന്നെ സിറ്റിങ്ങിൻ്റെ ഏരിയ ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് കണ്ടോ. അങ്ങനെ ഒരു സെറ്റപ്പാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ കണ്ടോ. നമുക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാണ്ട്. ഞാനിപ്പോൾ പകുതിക്ക് വന്നിട്ടാണ് ഈ കാട്ടി തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. പിന്നെ ഇത് കണ്ടോ, മരം മുറിച്ചിൻ്റെ ഇതൊക്കെ ഇതാക്കണം ഇങ്ങനെ ആക്കി വെച്ചിക്കണ്. അവിടെ ഒരു പുറ്റ് പോലെ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതാക്കണേ കണ്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഡിസൈനും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിക്കണ കേസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. ഞാനാണെന്നുണ്ടെങ്കിൽ രാത്രി ടൈമായി ഞാൻ ഇവിടെ എത്തിയപ്പോൾ. അതാണ് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടോ. ഇവിടെയൊക്കെ അതേപോലെ തന്നെ നല്ല വർക്ക് ചെയ്ത് വെച്ചിരിക്കണത് കണ്ടോ. ചായൻ്റെ ഒരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ചായ ജ്യൂസാ എന്തോ ആണ് ഇവിടെ ആക്കണം. അതേപോലെ ഇതെല്ലാത്തും ഈ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായൻ്റെ കണ്ടോ, ചായൻ്റെ അതേപോലെ എന്തോ കൊക്കല്ല മറ്റേത് വേറെന്തോ കിളി എന്തോ അതിമ്മ കുത്തിരിക്കണം വായിക്കാം, അങ്ങനത്തെ ഇതുണ്ട്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടോ ഓരോ രീതിയിലുള്ള സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടേ നിൽക്കണുള്ളൂ. നല്ല രീതിക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സെറ്റപ്പുകൾ ഇപ്പോൾ ചെയ്ത് വെച്ചത്. ഇനിയും വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഇതതിൻ്റെ ഉള്ളിൽ നിന്നില്ലേ വർക്കും കാര്യങ്ങളോ നോക്കി. അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ലാപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കണ്. ഇത് ഞാനിപ്പോൾ ഇതിങ്ങനെ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല. പിന്നെ ഞാൻ അങ്ങനെ പോന്നപ്പോൾ എന്തായാലും ഇപ്പം നിലമ്പൂർ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് കാറും കൊണ്ട് വരുന്നുള്ളൂ. മുന്നേ നോട്ടിൽ പോയിരുന്നത്. അപ്പോൾ മുന്നേ ഇമ്മയാണ് വരുന്നത്. മോണ്ടല്ല, മോൻ ജിമ്മിന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ആയിക്കോട്ടെ ഞാൻ എന്തായാലും ഇവിടെ പ്രോപ്പർട്ടീൻ്റെ അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ എന്നാൽ ചെറിയ രീതിക്ക് നമ്മളെ ഇങ്ങനെ പ്രോപ്പർട്ടിയും കൂടി കാട്ടിയേണ്ട ഒരു വ്ളോഗ് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടീൻ്റെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഇനിയും വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് വരാനുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇൻഷാ അല്ലാ മാക്സിമം ഫാസ്റ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫാസ്റ്റ് ആക്കാൻ പറ്റും. അതിനെന്തായാലും ഇനി കുറച്ച് നേരം ഇനി വെയിറ്റ് ചെയ്യട്ടെ. ഓല് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇനി ഓലെ കാത്തിക്കട്ടെ. ഓല് എത്തിയിട്ട് ഇനി നേരെ പെരിയിൽ പോകണം ഗൈസ്. കൊയങ്ങിക്കണേ. മമ്മിയും മുന്നൊക്കെ ഇവിടെ എത്തിക്കണമല്ലോ. ഇതാക്കണേ ഓലിവിടെ പുറത്തെത്തിക്കണേ. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, ചെന്ന് നോക്കട്ടെ. കമോൺ ഗൈസ്, നമ്മളെ വണ്ടി. വാവ്, എവിടെ എന്താ ഇറങ്ങാത്തേ? അല്ല പിന്നെ ഇറക്കണ്ടേ? സ്ഥലം കണ്ടിട്ടില്ലല്ലോ നിങ്ങളിപ്പോൾ? ഇപ്പം ചെയ്ത് വെച്ച വർക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്നാ പിന്നെ എന്താ അവിടെ ഇതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കണ കാണണ്ടേ? നമ്മളൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് കാണണ്ടേ? അവിടെ നോട്ടെ. അത് ശരി. പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കണമെന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടി പൊറക്കാണ്ട് മുന്നേ പോകുന്നതാണ്.
വരി അങ്ങോട്ടല്ലേ ഇവിടെ ആ അവിടെ അയൽവാസിനോട് വർത്താനം പറയാൻ പോയിട്ടാണ് ഗൈസ്. ജലദോഷം എങ്ങനെയുണ്ട് ഞാൻ കുഴപ്പമില്ല, തൊണ്ടേനുണ്ട് ഇപ്പൊ. സൗണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആ വരി വരി വരി. ഇവിടെ ചെയ്ത് വെച്ചോ, ഇതൊക്കെ കണ്ടോ? ഇത് സ്റ്റേജ് അല്ല, ഇത് തിണ്ട് വായിക്കലൊരു സംഭവം. എങ്ങനെ അതല്ല, ജസ്റ്റ് തിണ്ട് ഇരിക്കും ചെയ്യാ എന്ത് വേണമെന്നുണ്ടെങ്കിൽ കേട്ടാ. അപ്പുറത്തേക്ക് വാ, നീ കിടക്കണു ബാ, അതിൻ്റെ ഉള്ളിൽ കിടക്ക, അതിൻ്റെ ഉള്ളിൽ കിടക്ക്. കൊഞ്ഞാടാ അത് വരി കേട്ടോ, ഒപ്പം പോരി മമ്മ. ഗൈസ് അതൊക്കെ കണ്ടിട്ട് സന്തോഷ കുളിർക്കൊക്കെ നയിക്കണേ. മൊബൈലിൽ ഫ്ലാഷ് അടിക്കും. ഞാൻ നടന്നു പോന്നു. പിന്നെ വേറെ ആര്, ഞാൻ ഒറ്റക്ക് നടന്നു പോന്നു. ചായ എങ്ങനെയുണ്ട് മാമ? ഇതൊന്നുമില്ലല്ലോ. കൊറേ അവിടെ അതുള്ളൂ. ഒക്കെ ഇരിക്കണ ഓരോരോ സംഭവങ്ങൾ സെറ്റാക്കി വെക്കുക. എങ്ങനെയുണ്ട് ഇരുന്ന് ചായ അടിച്ചാന്? സെറ്റായില്ലേ? നമ്മള് ടേബിളും കാര്യങ്ങളും പുറത്തുനിന്ന് ഇതാക്കിക്കല്ലേ, ഇവിടെ തന്നെ നമ്മള് സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിക്ക. അടിപൊളിയല്ലേ? അടിപൊളി ആയിക്കണേ ഗൈസ്. ആ മേശ, അതെ ഇത് കസാര ഇരിക്കണ സംഭവം. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ സംഭവം? പരിപാടിയൊക്കെ ചെയ്തിച്ച് സിമെന്റ് ആണത്. ഇത് പുറ്റുണ്ടാക്കി വെച്ചിക്ക ഈ സംഭവം. എങ്ങനെയുണ്ട്? ഞാനും ഗൈസ് ഇതില് പാക വന്ന് നോക്കണേ മോട്ടന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഞാൻ ഇവിടെ നാട്ടിലുണ്ടാവുമല്ലോ, ഓരോ വൈക്കൂടെ അങ്ങോട്ട് കൊണ്ടു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ട് നടക്കും. പിന്നെ മോട്ടന് ഉണ്ടാവുള്ളൂ ഈ കൂടെ നടക്കാൻ വേണ്ടിട്ട്. രാവിലെ മറ്റോടത്തേക്ക് പോകണേ, വേറെ ഒരു വർക്ക് ഉണ്ട്. അല്ല ഉമ്മ പറഞ്ഞ എനിക്ക് ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇവിടൊക്കെ കണ്ടോ, ഇവിടെ ഓരോരോ ചിത്രങ്ങള് വരച്ചിട്ട് വെച്ചിട്ട് നോക്കിയ മാമ കണ്ടോ, കിളിനെ കരച്ച് വെച്ചിന്. അതേപോലെ പകല് കാണണേ, ഞാൻ വന്ന് രാത്രിയായി പോയി. എന്തേലും ഉണ്ടാവോക്കിയത് അറിയില്ല. ഇത് മാമ ചായന്റെ ഇതൊക്കെ കണ്ടോ, ചായ ഇതാക്കണം. ഇവിടെ ഉണ്ട് ചായ ചൂടായി തിളപ്പിച്ച്. അറിയില്ല, ഉണ്ടാവടാ ഗായ്സ്. ഇതിപ്പോ ഒന്നും ആയിട്ടില്ല, ഞാൻ പൗതിക്കെന്നാണ് ഈ കേറി വന്നത്, വലിയും കൊണ്ടാണ് കേറി വന്നത്. അതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. ഇനി മറ്റവര് 3 ആൾക്കാരുണ്ട് നമ്മളെ പാർട്ട്നേഴ്സ്, ഓൽക്കറിയില്ല കറക്റ്റ് ഒക്കെ. ഓല് ഇവിടെ അല്ലേ, ഓല് വേറെ കൂടെ കേൾക്കരുത്, വേറെ വർക്കും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ അപ്പൊ പെട്ടെന്ന് കേറി നിക്കല്ലേ. ഞാൻ ഒറ്റക്ക് വന്നു. മമ്മ ഗൈസ് ഇവിടെ കുത്തിരുന്നു. ഇരുന്നില്ലേ? ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? സിമെന്റ് അല്ലേ? ഇനി ഗൈസ് നമ്മളെ അപ്പുറത്ത് മമ്മ സ്റ്റേജ് ഉണ്ട്, അങ്ങോട്ട് ഇടയ്ക്ക് കൊഞ്ഞടാൻ നടക്കി നോക്കി ഇടയ്ക്ക് കേട്ടോ. ഇവിടെ ഈ സ്റ്റേജ് ഇങ്ങനെ പൊക്കിന് എന്നാൾ നിങ്ങൾ വന്നപ്പോ ആണോ? ഞാൻ അന്ന് വന്നിട്ടില്ലെങ്കിൽ ഗൈസ്, നാള് ഇവര് വന്നപ്പോ ഞാൻ വന്നിട്ടില്ലെങ്കിൽ അറിയില്ല. ഞാൻ ഇപ്പൊ സ്റ്റേജ് പൊക്കിയത് ഇത് അവിടെ അല്ലേ? ഇവിടെ സ്റ്റേജ് അടാ. പിന്നെ ഈ ഭാഗത്ത് സ്റ്റേജാണ്, ഇവിടുന്ന് ഇങ്ങനെ. ഇത് പിന്നെ ഇരിക്കാനും കൂടി ഇല്ലാണ്, അതായത് ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നാണ്ട് അങ്ങനത്തെ സംഭവം ഇങ്ങനെയാണ് തോന്നുന്നിരിക്കും. സ്റ്റേജാണ് എന്തായാലും സംഭവം. ഞാൻ എന്തായാലും ഒന്നും വന്നിട്ടില്ല. ഇനി എങ്ങനെയുണ്ട് ഇപ്പൊ പരിപാടി? എങ്ങനെയുണ്ട് സംഭവം? സെറ്റല്ലേ? ആ ഏരിയക്ക് ഇങ്ങനെ പാർക്കിംഗ് ഒക്കെ ആവത്തേക്ക് വരാന്ന് പറഞ്ഞത്. അതായത് എങ്ങനെ സത്യം രാവിലെ വന്നാലേ ഇത് മനസ്സിലാവുള്ളൂ കറക്റ്റ് ആയിട്ട്. നട്ടപ്പാതിരാക്ക് ഒന്നും ചെയ്തു അല്ലേ? ടോർച്ചടിച്ച് ഇങ്ങനെ കാട്ടിത്തരല്ലേ? അതാണ് ഗൈസ്. ഇനി എന്തായാലും നീ നമുക്ക് പെരി പോണ്ടെന്നാ പോവല്ലേ? ഞാന് ആദ്യം ഗൈസ് ട്രെയിനാ പോകുന്നത്. ട്രെയിനിൽ പോകുന്നാണ്ട് പിന്നെ ഷൊർണൂർക്ക് നേരെ ട്രെയിൻ കയറണി. അതിൽ പിന്നെ നോക്കിയപ്പോൾ അവിടുന്ന് 6 മണിക്കേറ്റ ഒരു ട്രെയിൻ ഉണ്ട്. ഞാനതും വിചാരിച്ചിട്ടാണ് ഷൊർണൂരിന്ന് അവിടുന്ന് കുറ്റിപ്പുറത്തുനിന്ന് 4 സംതിങ്ങിന് ട്രെയിൻ കയറിയിട്ട് അവിടെ നിന്ന് നിൽക്കുക. അപ്പോൾ അവിടെ നിന്നപ്പോൾ പിന്നെ ടൈം നോക്കിയപ്പോൾ മനസ്സിലായത് ട്രെയിന് അവിടെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്ക് AM PM അതിലിച്ച് മൊത്തത്തിൽ പാളി. രാവിലെയാണ്. അത് ഞാൻ പിന്നെ എന്ത് ചെയ്തു, അവിടുന്ന് പിന്നെ ബസ് കയറിയാണ്ട് പോകുന്നു. എന്താ പറഞ്ഞേ? തിണ്ട് ഇതൊക്കെ അതാക്കണം. ഇവിടെയൊക്കെ വർക്ക് ചെയ്ത് വെച്ചിക്കണല്ലേ, ചെറിയ ചെറിയ ചിത്രം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് വെച്ചിക്കണ്. ആണെന്റെ തുമ്പിക്കയ്യോ? ആരാണേ? ആണെന്റെ തുമ്പിക്കയ്യാണ്. കാനും തുമ്പിക്കൈ. വാവ്, ഇങ്ങോട്ട് പോരെ ഗൈസ്. അവിടെ മുന്നപ്പത്തിന് വണ്ടി സ്റ്റാർട്ടാക്കി, ഒറ്റടിക്കൊക്കെ സ്റ്റാർട്ടാവും ചേക്കാം. നടക്കി ഇനി നമുക്ക് നേരെ ഗൈസ് പെരി പോട്ടെ. അല്ല എങ്ങനെ നടന്നോളി, എൻ്റെ ബാഗ് എടുത്തിട്ടില്ല. അപ്പൊ ഗൈസ് നമ്മളെ പ്രോപ്പർട്ടിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്
എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതായത് ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇനി വരും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം വർക്ക് പകുതിയൊക്കെ ആവുന്നുള്ളൂ, ഇനി എത്രങ്ങാനും വർക്ക് വരാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം അടുത്ത് എത്ര വർക്ക് എങ്ങനെയുണ്ട് നോക്കിയിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ ഇമ്മയും ഇമ്മയും വണ്ടി കയറുകയാണ്. കയറിക്കോളി, ഇനി നേരെ പെരി പോവല്ലേ? നിങ്ങൾ കയറിക്കോളി, ഞാൻ അടച്ചോണ്ട് കഴിഞ്ഞില്ലേ? ഇനി നേരെ പെരി പോവല്ലേ? ഓക്കെ ഗൈസ്, പോലെ എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി? ഇപ്പൊ സെറ്റല്ലേ? അപ്പൊ ഗൈസ് പോയോ കേട്ടെ. ഇനി ഗൈസ് ഞങ്ങള് പോരുന്നേക്ക് മോണ്ടവിടെ ജിമ്മിലുണ്ടായിരുന്നു, ഓനെങ്കിലും എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. ബാക്കിൽ ഒരാളും കൂടി ഉണ്ട് ഗൈസ്. അർഷ് വന്നാണ് അപ്പത്തിന്. അപ്പുറത്ത് ഇവിടെ നോക്കാം. കേറ്. ഓനെ വൈക്കൊന്ന് എടുത്ത് പോകുന്നു. ഇരിക്കും അവിടെ നിലത്തോടെയും കുത്തിരിക്കും പോലെ നമ്മൾ പോകുകയാണ്. ഓനോട് വച്ചു നീട്ടി പോന്നപ്പോ മുന്നേ വണ്ടി ഓൻ കടന്നില്ലേ മുന്നേ ഓന്റെ ഞങ്ങൾ സ്ഥലത്തൊക്കെ പോയിക്കണേ. ഞങ്ങൾ സ്ഥലത്തൊക്കെ പോയിക്കണേ. നല്ല അടിപൊളിയാണല്ലോ. ചായ കുടിച്ചിട്ട് ചായ ഇല്ല, അവിടെ ചായ തുടങ്ങി. ഗൈസ് നമ്മള് നേരെ പെരി പോവാൻ നോക്കട്ടെ. എല്ലാരും കിട്ടിക്കണെങ്കിൽ നേരെ പെരി പോവാ. ഗൈസ് നമ്മള് പോരുന്ന വഴിക്ക് ചെറിയൊരു പ്ലാനിങ് കൂടി മാറ്റി. അതായത് ഒന്ന് ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു പുറത്തുനിന്ന്. ചായ അർച്ചി ഇറങ്ങി പെട്ടെന്ന് പെരി പോകണ്ടായി. ഓക്ക് പെട്ടെന്ന് പോകണം പറഞ്ഞിട്ട് ഓന്റെ വണ്ടി നമ്മളെ പെരില്ല. അപ്പൊ ഓനെ എടുത്തിട്ട് ഓൻ പെട്ടെന്ന് പോയി. അപ്പൊ ഗൈസ് ഓനോട് ചാടി ചോറെ നിർബന്ധിച്ചു, പക്ഷെ ഓൻ ടൈമിലാണ് ഓൻ പോയി. അപ്പൊ നമ്മളെല്ലാരും കൂടി നമ്മുടെ എടുത്തിട്ടുണ്ട്. അവിടുന്ന് നല്ല ചായയും കടി നിന്നിട്ടുണ്ട് പെരിക്ക് പോവാന്ന് വിചാരിച്ചു അല്ലേ? അല്ലാ എന്ത് പോളിഷ് ചെയ്തോ? അറിയുന്നില്ല, രാത്രി കൊണ്ട് അറിയില്ല. ഇവിടുന്ന് ഏടാ രാത്രി ഒക്കെ ഒന്നും കാണില്ല. ആണോ? നാത്താക്കിയാലോ? അത്രക്കും ദൂരം പോയിട്ട് ചായ കുടിക്കാൻ പോവാ, കഴിക്കാൻ പോവാ. മമ്മ വരി. എന്താടാ അങ്ങി തൂങ്ങി കുത്തിരിക്കണ? വേം പേര് കുത്തിരുന്നിട്ട് വേരി വേരി. എന്താ വണ്ടിയാ കഴിക്കാൻ? എന്താണ്ടിയാ നടന്നിട്ട് ഈ 8 അടി വിട്ടെടുക്കാവുന്ന അടുത്തേക്ക് വരുമോ? എന്താ പറയുക 8 അടി വിട്ട് പോണേ ഗൈസ്. ആരൊക്കെ ഉള്ളു നോക്ക്. നമ്മ ഇവിടെ തന്നെ നോക്കിക്കോളി. എന്താ വണ്ടി നോക്കിക്കോളി. എന്താ എണ്ണക്കടി നോക്കിക്കോളി. എന്താ വെച്ചാൽ വാങ്ങിട്ട് തരണല്ല. എന്താ വണ്ടിയാ? പയമ്പൂരി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ സാധനം ഉണ്ട്. എന്താ വണ്ടിയാ പറ? എനിക്ക് മുട്ട മതി, ഞാൻ ജിമ്മിൽ പോണല്ലേ. മോനക്ക് മുട്ട എന്തെങ്കിലും എടുത്ത് തുടങ്ങിയാക്കാം. ഉമ്മാക്ക് എന്താ വണ്ടിയേ? ഉമ്മാക്ക് എന്താ വണ്ടിയേ? എന്താ കോളിഫ്ലവർ? മമ്മാക്ക് അവിടെ നോക്കി നോക്കിട്ട് കണ്ടാണല്ലേ? പേരറിയണമെന്നൊന്നില്ല. ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ കൈ ചൂണ്ടിട്ട് കാണിച്ചു തന്നെ കൊടുത്താൽ മതി. പയനിറവ് ആ സാധനം അങ്ങനെ തലക്കത്തെ ആ പയനിറവ്. ആ മമ്മാക്ക് അറിയില്ല എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ. മറ്റേ സാധനം കൊടുക്കും. എന്തേലും നല്ല എന്ത് എന്തേലും എടുത്ത് കൊടുക്കുക. കെട്ടിപ്പൊഞ്ഞി കൊടുക്കുക. 2-3 എന്തേലും എടുത്ത് എന്നാ ഇത് ഇമ്മമാക്ക് ഇതേ ഈ മുട്ട നിറച്ച ഈ സാധനല്ലേ അതൊക്കെ എടുത്തിക്കണേ. എവിടെയെങ്കിലും കുത്തിരിക്കണ തിന്നട്ടെ. എവിടെ കുത്തിരിക്കണേ? താഴെ കുത്തിരിക്കണോ ഇവിടെ കുത്തിരിക്കണോ? ഇവിടെ ഇരുന്നാ പോരെ? എന്നാ ഇവിടെ ഇരുന്നോളൂ. അങ്ങോട്ട് ഇരുന്നോളൂ. അങ്ങോട്ട് കുത്തിരുന്നോ. അങ്ങോട്ട് ഇരുന്നോ. റോഡിൽ തന്നെ ഇരിക്കണം. ഭയങ്കര സൗണ്ട് ആക്കിയാലോ? ഭയങ്കര സൗണ്ട് ആക്കിയാലോ? താഴത്തേക്ക് ഇരിക്കണോ? പക്ഷെ അവിടെ നമുക്ക് എല്ലായിടത്തും സ്ഥലമില്ലേ? ആ അസ്സലാമലൈക്കും. ആ ഗൈസ് എന്റെ പണ്ടത്തെ കൂട്ടുകാരന്മാരുണ്ട് ഇവിടെ. എന്നാ അങ്ങോട്ട് ഇരിക്കാന്നാ നടന്നോ. അതാ ഉമ്മ കച്ചി പിടിച്ചാക്കണേ. അമ്മക്ക് വേണമെന്നാണത്. കാറ്റുണ്ട്. ചായ ഉമ്മക്ക് എന്താ ഹോർലിക്സോ ബൂസ്റ്റോ? ഉമ്മക്ക് ഹോർലിക്സ്. എന്താ ഹോർലിക്സ്? 3 ഹോർലിക്സ്. ഗൈസ് എന്തൊക്കെയാ പറഞ്ഞാണ് ഇനി ഇവിടെ കുട്ടികൾ. എന്താണ് അതെന്താ കിളിക്കൂടോ? തിന്നോക്ക്. കേങ്ങോ? ആഹാ തിന്നോക്ക്. പേരൊന്നും അറിയില്ലല്ലോ. തിന്നോക്കോ. ഉമ്മ തിന്നിട്ട് എങ്ങനെയുണ്ട്? ആ മുട്ട നീ മുട്ട അതിൻ്റെ ഉള്ളിൽ കൂട്ടി കടിച്ചണേ. കൂട്ടി കടിച്ചു തിന്നണം. എങ്ങനെ അത് കിട്ടണേ? നല്ലോന്ന് കടിച്ചെടുത്ത് നോക്കിയാ. അങ്ങനല്ല അടിച്ചണ്ടേ, തിരിച്ചു പിടിച്ച് അടിച്ചണ്ടേ. കടിച്ചേണ്ട രീതി അറിയില്ല ഉമ്മക്ക്. ഉമ്മ എങ്ങനെയുണ്ട്?
അല്ലേ എന്നാ കഴിച്ചോ. കഴിച്ചിട്ട് ഗൈസ് ഇവിടുന്ന് എന്തെങ്കിലും ചായ ഒക്കെ കുടിക്കട്ടെ. ചായ എന്തെങ്കിലും കൊര പിടിച്ചാണ് തണുപ്പ് തോന്നിട്ട്. ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഇനി നേരെ പെരി പോവാൻ നോക്കട്ടെ. അങ്ങനെ ഗൈസ് ഞങ്ങളൊക്കെ ചായ കുടിച്ചപ്പോ പെരിക്ക് പോകാൻ മടി നിൽക്കുകയാണ്. പെരിക്ക് പോകല്ലേ വണ്ടി ആരെ എടുക്കണല്ലേ? ഞാൻ വണ്ടി അവിടെയാണ് വിചാരിച്ചിട്ടാ. ഇവിടെയാണ് വണ്ടി. ഇവിടെ വണ്ടി എടുത്തിട്ട് കണ്ടില്ലേ? അല്ല അമ്മ ഇങ്ങോട്ട് വരി. ആ ഡോറും തുറന്നാൽ ഒരാഴ്ച ആയി കഴിച്ച് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ട്. അത് നോക്കട്ടെ. ഇങ്ങോട്ട് വാടാ. കിട്ടുന്നുണ്ടോ നോക്ക്. കിട്ടുന്നു. ഞാൻ തുറക്കട്ടെ. നിമ്മ തുറന്നാനി. അയിമണ് നക്കണം അമ്മ. എത്ര ഇടം പറഞ്ഞത്? എനിക്ക് കിട്ടി. അറിയില്ലെങ്കിൽ പഠിക്കണം. ഇപ്പൊ ടി വി ആണെന്നുണ്ടെങ്കിൽ സീരിയൽ ഏതാ ചാനലിൽ അറിയാലോ കറക്റ്റ് ഇല്ലേ? അങ്ങനത്തെ കാര്യമൊക്കെ മുഹമ്മദാക്കി മമ്മക്ക് കറച്ചറിയാതൊക്കെ. നമ്മൾ പോകുകയാകുമ്പോ അതിൻ്റെ അടുത്ത് ലൈറ്റ് കാണി. വണ്ടി ചെല്ലാം എടുക്കണേ. ഓക്കെ വണ്ടി എടുക്കും. നമ്മൾ ഇനി നേരെ ഇനി പെരീക്ക് പോകാൻ നോക്കാണ് അല്ലേ അമ്മ? ഇതിന്റെ ദാണിന്റെ തട്ടത്ത് ശരി. ചാടിച്ചില്ലേ? വളർന്നില്ലേ? പിന്നെ ചോറിപ്പോ ബാക്കിയായില്ല റബ്ബേ. ചായ കുടിച്ച് പള്ളർച്ചാണ്. ഇനി നേരെ പെരി പോയിട്ട് ഇനി അവിടെ ചോറുണ്ടാക്കി വെച്ചാണ്. ഞാൻ അത് തിന്നണം. ഞാൻ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ ചായ. പെരിയിൽ ചോറില്ലല്ലോ, അത് തിന്നാ വിചാരിച്ചു. ഇത് കൊറേ നേരമല്ലോ. ഒന്ന് എങ്ങനെ നടക്കുവോ? ഞാൻ സ്റ്റാർട്ടാക്കലാണ് തുടങ്ങിയിട്ടുള്ളത്. അത് ശരി. എന്താ പിന്നെ അവിടെ തപ്പിക്കൊണ്ട് നീന്? ലീവ് പറ്റൂല. ലീവ് ഓട്ടോറിക്ഷ വിളിച്ചണോ? എല്ലാരും കൂടി പോണെന്നുണ്ടെങ്കില് എന്നെ പറഞ്ഞേ. ഇപ്പൊ കാറുണ്ടായോണ്ട് അത് നടന്നൂലേ? സിമ്പിളായി നടന്നു. മോണ്ടെ ഹെവി റൈഡർ ആയിക്കണേ. രീതിക്ക് വണ്ടി ഓടിക്കണുണ്ട്. ഓനെ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇങ്ങോട്ട് തിരിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയും മൊഴി പോയാണ് തട്ടണ്ട അല്ലേ അമ്മ? പോയിക്കോട്ടെ. പതുക്കെ തന്നെ പോണോ? ഓക്കെ. നമ്മളെങ്ങനെ പേരന്റെ താഴത്തിഞ്ഞ് നേരെ പെരിക്ക് കേറി പോവാൻ നോക്കട്ടെ. എടാ ഇജ്ജ് കൊടുക്ക. ഞാനുണ്ടോ? മുന്നാക്കി വരാം. മുന്നാക്കി വരണോ? നമ്മ ആ ബാഗ് എടുത്തോണ്ട് പോയിക്കോളൂ കേട്ടോ. അതൊക്കെ പൊന്തും, അതില് കാണുന്നില്ല. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളൊരു വ്ളോഗ് നമ്മളോട് വെച്ചാണ് വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വ്ളോഗ് എടുക്കണം. അത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ് അല്ലേ? അസ്സലാമു അലൈക്കും അല്ലേ? ഉമ്മാന്റെ ആദ്യം കൂടി ഒന്ന് അസ്സലാമു അലൈക്കും. പിന്നെ ഓക്കെ.